മുൻ എം.എൽ.എ. കെ.പി. മോഹൻ ഇന്ന് നിയമസഭയിലെത്തിയത് മറ്റൊരു വേഷത്തിലാണ്. രാഷ്ട്രീയക്കാരിൽ നിന്ന് പത്രപ്രവർത്തനായാണ് മാറ്റം. പടയണി എന്ന പത്രത്തിന്റെ എഡിറ്ററാണ് ഇപ്പോൾ കെ.പി. മോഹനൻ. രാഷ്ട്രീയവും പത്രപ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് മുൻ എം.എൽ.എയുടെ തീരുമാനം. അർജുൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സാധാരണ രാഷ്ട്രീയക്കാരൻ്റെയും എം എൽ എയുടെയും ഒക്കെ രൂപത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള കെ.പി. മോഹനൻ ഇന്ന് നിയമസഭയിലുണ്ട്. ഇന്ന് അദ്ദേഹം എം.എൽ.എ അല്ല, പക്ഷേ പുതിയൊരു വേഷത്തിലാണ് എത്തിയിട്ടുള്ളത്. ഏതാണ് വേഷം എന്ന് അങ്ങ് തന്നെ ഒന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ 2016 ഇതുപോലെയായിരുന്നു. അന്ന് ഞാൻ പരാജയപ്പെട്ടപ്പോൾ നിയമസഭയിൽ ഇരിക്കണമെന്നൊരാഗ്രഹം, നിയമസഭേൻ്റെ അകത്തല്ല, നിയമസഭയിൽ ഇത്തരം കാര്യങ്ങളുമായിട്ട് അന്വേഷിച്ച് എന്തൊക്കെയാണ് നിയമസഭയിൽ നടക്കുന്നതെന്ന് നേരിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പടയണി സായാഹ്ന പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററും അതോടെ പബ്ലിഷറും കൂടിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അവിടെ വരാൻ വേണ്ടിയുള്ള പാസിന് അന്വേഷിച്ചപ്പോൾ പാസ് കിട്ടി. അങ്ങനെ പാസുമായിട്ട് അവിടെ കയറിയിരുന്നു. എല്ലാം കാണാനും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കുറേ കാര്യങ്ങൾ മറ്റേ നിയമസഭേൻ്റെ സാമാജികൻ എന്നതിലാണെങ്കിൽ അത് മാത്രമേ ശ്രദ്ധിക്കാൻ സാധിക്കൂ. സ്വാതന്ത്ര്യം കുറവാണ്. ഇതിപ്പോൾ നല്ല സ്വാതന്ത്ര്യം കിട്ടും, ഇടയ്ക്ക് നിയമസഭയിൽ വരികയും ചെയ്യാം. ആ കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവിടെ വരാമെന്നും ഇപ്പം DV ഗാലറിയിൽ ആദ്യം ഇരുന്നു. ഇതിനുശേഷം എൻ്റെ ചേട്ടൻ്റെ മകനാണ് ഇപ്പോൾ മത്സരിച്ച് ജയിച്ചത്, MLA ആയിട്ടുള്ളത്, PK പ്രവീൺ. അപ്പോൾ അവൻ്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ പ്രസ് ഗാലറി പോയിരുന്നു. പൂർണ്ണമായി ഒരു പത്രപ്രവർത്തകൻ്റെ വേഷത്തിലേക്ക് മാറുകയാണ്. പൂർണ്ണമായിട്ട് സാധിക്കില്ല. അപ്പോൾ നാട്ടിലുള്ളതല്ല, ഇവിടെ ഇപ്പോൾ നിയമസഭ നടക്കുമ്പോഴെന്തായാലും ഞാനിവിടെ വരും, വന്നിട്ട് കാര്യങ്ങളുമായിട്ട് ഇതാക്കിയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. മിസ് ചെയ്യുന്നുണ്ട് പഴയ MLA എന്ന നിലയിൽ നിയമസഭ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ? ഇല്ല, അങ്ങനെ മിസ്സിംഗ് ഒന്നുമില്ല. പഴയ MLA എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇപ്പം എൻ്റെ തന്നെ അച്ഛൻ്റെ പേരിലുള്ള ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ട്. അതിൻ്റെ പേരിൽ സാമൂഹ്യ പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും ഒക്കെ തന്നെ നടത്താം. ഇതൊക്കെ തന്നെ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഇത്തവണ സ്ഥാനാർത്ഥിയായിട്ടില്ലെങ്കിലും മണ്ഡലം അതുപോലെ നിലനിർത്താൻ കഴിഞ്ഞു ഈ വലിയ UDF തരംഗത്തിനിടയിൽ. അത് വലിയൊരു ആളുകൾക്ക് തന്നെ വളരെ അത്ഭുതമായിട്ടാണ്. പക്ഷേ ഞാൻ എന്തായാലും കരുതിയതാണ്, എന്തായാലും വിജയിക്കും, കുറേ കൂടി കൂടുതൽ വോട്ടിന് വിജയിക്കും എന്നാണ്. വോട്ട് കുറഞ്ഞു പോയെന്നുള്ളൂ, പക്ഷേ വിജയിച്ചു. പ്രത്യേകിച്ച് ഈ പറഞ്ഞവർ നേരത്തെ പിന്നെ വേറൊരു MLA പറഞ്ഞിരുന്നു, ഈ സുനാമിയിൽ പോലും രക്ഷപ്പെട്ടു ഞാനുണ്ട്. അപ്പോൾ അത് വലിയ അത്ഭുതം തന്നെയാണ്. കാരണം എല്ലാവരും പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത് അവിടെ മാത്രം ജയിച്ചത്, ബാക്കിയുള്ളിടത്തൊക്കെ തന്നെ പരാജയപ്പെട്ടല്ലോ എന്നൊക്കെ പറയും. പത്രപ്രവർത്തകനായും രാഷ്ട്രീയക്കാരനായിട്ടും ഉണ്ടാകും. ഏതായാലും പുതിയ മേഖലയിലും ശോഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നത്. രാഷ്ട്രീയക്കാരനൊപ്പം ഒരു പത്രപ്രവർത്തകൻ്റെ കൂടി വേഷത്തിലാണ് കെ.പി. മോഹനൻ എത്തിയിട്ടുള്ളത്. ഇന്ന് അദ്ദേഹം നിയമസഭയിൽ അങ്ങനെ വരികയും ചെയ്തിട്ടുണ്ട്.